SDPI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊല്ലത്ത് വഖഫ് സംരക്ഷണ റാലി. സംസ്ഥാന പ്രസിഡന്റ് CPA ലത്തീഫിന്റെ നേതൃത്വത്തിലാണ് റാലി. വഖഫ് സംരക്ഷണം സാമൂഹ്യ സുരക്ഷയ്ക്ക് എന്ന മുദ്രാവാക്യമുയർത്തിയുള്ള റാലിയിൽ പതിനായിരങ്ങൾ അണിനിരക്കുന്നു. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ SDPI സംസ്ഥാന നേതൃത്വത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വഖഫ് സംരക്ഷണ റാലിയാണ്. സംരക്ഷണ സമ്മേളനം നടത്തുന്നുണ്ട്. വലിയ രീതിയിലുള്ള ആയിരങ്ങളാണ് ഈ വഖഫ് സംരക്ഷണ റാലിയിൽ അണിചേർന്നിരിക്കുന്നത്. സംസ്ഥാന നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത് എന്നുള്ള പ്രധാനം. നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംരക്ഷണ റാലി നടത്തുന്നത്. ഒറ്റ ആവശ്യമേ ഉള്ളൂ, വഖഫ് ഭേദഗതി ബിൽ നടപ്പിലാക്കരുത്. അത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കെതിരാണ്. ഈ രാജ്യത്തെ ഏറ്റവും പ്രബലമായ ന്യൂനപക്ഷങ്ങളുടെ മൗലികമായ അവകാശങ്ങൾക്കെതിരാണ്. ആ ഭരണഘടനാ ഭേദഗതി ബിൽ പിൻവലിച്ചേ അടങ്ങും. അതിന് അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇതാണ് ഞങ്ങൾ ഈ റാലിയുടെ ഞങ്ങൾ മെസ്സേജ്. അതാണ് ഇതിപ്പോ ഒരു സൂചനയായിട്ടുള്ള ഒരു പ്രതിഷേധ റാലിയാണോ ഇതോ ഇതുപോലെ പ്രതിഷേധം? ഇത് രാജ്യവ്യാപകമായി SDPI നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാറ്റ്നയിലും അതുപോലുള്ള ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളുടെ ആസ്ഥാനങ്ങളിലും ഇതുപോലെ റാലി നടക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, കർണാടകത്തിലുണ്ട്, എല്ലാ സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. ഇത് ഈ പ്രതിഷേധങ്ങളുടെ ഈ സമരങ്ങളുടെ തുടക്കം തന്നെയാണ്. ഇത് ഞങ്ങൾ നിർത്താൻ പോകുന്നില്ല. ഈ പ്രതിപക്ഷം പറഞ്ഞ ഭേദഗതികൾ പോലും ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ബില്ല് കൊണ്ടുവരാനായി പോകുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തെ RSS വൽക്കരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. രാജ്യത്തിന്റെ ഏറ്റവും പൂർണ്ണമായ നിയമനിർമ്മാണ സംവിധാനമാണ് പാർലമെന്റ്. പാർലമെന്ററി സംവിധാനത്തെ നിഷേധിക്കുന്നുവെന്നത് ഭരണഘടനാ വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുന്നുവെന്നതാണ്. അത് RSSന്റെ അജണ്ടയാണ്. അതിനെതിരെ ശക്തമായ ജനകീയ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. അതിനാണ് SDPI നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആളുകൾ എന്ന് പറയുന്നത് ആയിരക്കണക്കിനായുള്ള ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ ഇപ്പോൾ അണിചേർന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റ ഒരു ആവശ്യമാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. SDPI സംസ്ഥാന നേതൃത്വം ഇത് നയിച്ചു പോകുന്നുവെന്നുണ്ടെങ്കിൽ പോലും ഈ പ്രതിഷേധത്തിൽ അണിചേർന്ന എല്ലാവർക്കും പറയാനുള്ളത് വഖഫ് ഭേദഗതി ബില്ല്, അതായത് വഖഫ് നശിപ്പിക്കാനുള്ള ആ ബില്ല് പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ആവശ്യമായി ഉന്നയിക്കുന്നത്. കൊല്ലം ആശ്രാമം മൈതാനിയിൽ നിന്നുമാണ് 4:30 ഈ അതായത് സംരക്ഷണ റാലി ആരംഭിച്ചത്. ഈ സംരക്ഷണ റാലി ഇനി പീരങ്കി മൈതാനിയിലാണ് സമാപിക്കാനായി പോകുന്നത്. കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ പ്രതിഷേധത്തിൽ അണിചേർന്നിരിക്കുന്നത്. ഇതിനുശേഷം സംരക്ഷണ സമ്മേളനം ഉണ്ടാകും. അതിനെ തുടർന്ന് കൂടുതൽ കാര്യം ഈ നിരവധിയായിട്ടുള്ള സംസ്ഥാനത്തിന്റെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഈ വഖഫ് സംരക്ഷണ റാലിയിൽ ഇപ്പോൾ അണിചേർന്നിരിക്കുന്നത്. മഹാസമ്മേളനവും നടക്കും. മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവിയായിരിക്കും സംസാരിക്കുക. ഈ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള ലത്തീഫിന്റെ നേതൃത്വത്തിലാണ്, SDPI സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഒരു പ്രതിഷേധ, അതായത് സംരക്ഷണ റാലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കും എത്രത്തോളം ആളുകളാണ് ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തെരുവിൽ ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് വ്യക്തമാക്കുന്നതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യങ്ങൾ എന്ന് പറയുന്നത്. ആശ്രാമത്ത് നിന്ന് ആരംഭിച്ച ഈ റാലി ഇപ്പോൾ അതിന്റെ ഒരു പകുതിയോളം മാത്രമേ ഇവിടെ കഴിഞ്ഞു പോയിട്ടുള്ളൂ. ഇത് കൊല്ലം പീരങ്കി മൈതാനിയിലായിരിക്കും സമാപിക്കുക. അതിനുശേഷം അവിടെയായിരിക്കും മഹാസമ്മേളനം നടക്കുക. ഒറ്റയാവശ്യം, അതായത് വഖഫ് സ്വത്തുകൾ ഏറ്റെടുക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. വഖഫ് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു ആവശ്യം.